ഹലോ ഫ്രണ്ട്സ്, അങ്കമാലിക്കാരനാണ് ജീനോയ്. അതെ, ഞാനിന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട്, ഒരു അറിവ് പകരുന്നൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിൽ, തൊട്ടടുത്ത ദിവസങ്ങളിൽ വൈഫിൻ്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീടിനടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ നമ്മുടെ നെയ്ബറും കൂടിയായിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ ഞാൻ മിക്കവാറും നമ്മുടെ പിള്ളേരുടെ ആയാലും എൻ്റെ ആയാലും ആരുടെ ആയാലും പല്ലിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെയാണ് സമീപിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പല്ല് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു അറിവ് പകർന്നു തന്നു. പല്ല് നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെ തേക്കണം എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അത് ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പബ്ലിക്കിന് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയതിനാലാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇത് കാണാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരു നല്ലൊരു അറിവാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. പല്ല് തേക്കുന്ന എപ്പോഴും മോണയിൽ നിന്ന് പല്ലിലേക്ക് ബ്രഷ് ചെയ്യണം. മോണയിൽ നിന്ന് പല്ലിലേക്ക് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യണം. ബ്രഷ് സെലക്ട് ചെയ്യുന്നത് സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം, ഹാർഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബ്രഷ് മേടിക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിക്സാഗാണ്. നമ്മുടെ പല്ല് ഒരിക്കലും ഫ്ലാറ്റ് അല്ല, പല്ലുകൾക്ക് ഇങ്ങനെ വിടവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിക്സാഗാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നന്നായിട്ട് പതയുന്ന ടൂത്ത് പേസ്റ്റ്, ആ ടൂത്ത് പേസ്റ്റ് ഒരു ഗ്രീൻ പീസിൻ്റെ വലിപ്പം, നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പോലെ നീട്ടി ഒന്നും എടുക്കണ്ട, ഒരു ഗ്രീൻ പീസിന്റെ വലിപ്പത്തിലുള്ള പേസ്റ്റ് എടുക്കുക. ആദ്യം ഒന്ന് വെറ്റ് ചെയ്യുക, നനയ്ക്കുക. അതിനുശേഷം ഈ പേസ്റ്റ് എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഈ ബ്രിസിൽസിന്റെ അകത്തേക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഒത്തിരി പ്രസ് ചെയ്യരുത്, ആ സർഫസിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം നമ്മൾ ബ്രഷിങ് തുടങ്ങാൻ പോവാണ്. എങ്ങനെയാണ്? മോണയിൽ നിന്ന് പല്ലിലേക്ക്. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ മോണയിൽ നിന്ന് പല്ലിലേക്ക് ഇങ്ങനെ തേക്കുമ്പോൾ ഇവിടെ ഓക്കെയാണ്, പക്ഷെ താഴത്തേന് അത് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും വാ തുറന്ന് പിടിക്കുക. വാ തുറന്ന് പിടിച്ചിട്ട് വേണം ബ്രഷ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും 3 സ്ട്രോക്ക്. ഓക്കെ. മോണയിൽ നിന്ന് പല്ലിലേക്ക്, മോണയിൽ നിന്ന് പല്ല്. ഇതാണ് നമ്മളുടെ ഈ ഒരു മൂവ്മെന്റ് മതി. നമുക്ക് ഇങ്ങനെ ഇട്ട് തേച്ച് അതിനെ ഒന്നും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഈ ഭാഗത്തെല്ലാം നമുക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സർഫസ് ഇങ്ങനെ ചെയ്യാം. ഇനി ഉൾഭാഗം നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്, ഇവിടെയും ചെയ്യാം. ഇങ്ങനെ താഴോട്ട് ചെയ്യാം, ഇവിടെ വരുമ്പോൾ ഫ്രണ്ടിലേക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഭാഗവും അതുപോലെ ബ്രഷ് ചെയ്യാം. 3 സ്ട്രോക്ക് ഓരോ സ്ഥലത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂയിങ് സർഫസിൽ നമ്മളിങ്ങനെ ടു ആൻഡ് ഫ്രോ ബ്രഷ് ചെയ്താൽ മതി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ താഴെ വരുമ്പോൾ മോണയിൽ നിന്ന് പല്ലിലേക്ക് ഈ സ്റ്റൈലാണ് താഴെ കേട്ടോ. ഇതുപോലെ ചെയ്തു. അതുപോലെ തന്നെ ഈ ഭാഗവും. ഇത് കഴിഞ്ഞിട്ട് ഉൾവശം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെയൊക്കെ നാക്കമുള്ളത് കൊണ്ട് നമുക്ക് ഇത്തിരി പ്രയാസമായിരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് ചെയ്യാം. ഓക്കെ. ഇവിടെ വരുമ്പോൾ ഇനി നമ്മൾ ചവയ്ക്കുന്ന ഭാഗം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രശ്നം, നമുക്ക് ഇതിപ്പോൾ എനിക്കിങ്ങനെ കാണിക്കാം, കാരണം ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട്. പക്ഷെ നമ്മളിന്ന് വായിൽ ചെയ്യുമ്പോൾ നമുക്ക് പാടായിരിക്കും. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ വേറൊരു ബ്രഷ് അല്ലെങ്കിൽ ഈ ബ്രഷിൽ തന്നെ ഈ ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഈ ഭാഗവും പിന്നെ ഈ പല്ലിൻ്റെ ഏറ്റവും അറ്റത്ത് ഇവിടെയൊക്കെ ബ്രഷ് ചെയ്യാനായിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എത്രയും ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വാ നിറച്ച് പതയായിരിക്കും. ഇതൊക്കെ 3 മിനിറ്റ് വേണ്ട ഇതിന്, നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്ത് തരും. പിന്നെ നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ ഉണ്ട്, നമ്മൾ ടങ് ക്ലീനർ വെച്ചിട്ട് നാക്ക് നമ്മൾ വടിക്കും അല്ലേ. ടങ് ക്ലീനർ ഇന്ന് തന്നെ കൊണ്ട് കളയാം, ടങ് ക്ലീനറിന്റെ ആവശ്യമില്ല. ഈ ടങ് ക്ലീനർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളുടെ അതിന്റെ സർഫസിലെ എപ്പിത്തീലിയൊക്കെ അങ്ങോട്ട് ഹാർഡായിട്ട് നമുക്ക് ടേസ്റ്റ് അറിയാനുള്ള ഇതൊന്ന് ഭയങ്കര കുറവായി പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് ഈ ബ്രഷിന്റെ ബാക്കിലുള്ള ഈ ഭാഗം അല്ലെങ്കിൽ ഈ ബ്രിസിൽസ് തന്നെ യൂസ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ചാൽ മതി. എന്നിട്ട് ഈ പത അടങ്ങുന്നതിന് മുമ്പ്, വാറ്റാത്ത പതയില്ല, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുടിക്കുന്ന കളയാം. ഈ പത അടങ്ങി കഴിഞ്ഞാൽ ഇവിടത്തെ അഴുക്ക് പോയി അങ്ങേപ്പുറം ഇരിക്കും. അപ്പൊ അതുകൊണ്ട് എത്ര പെട്ടെന്ന് വാ ക്ലീൻ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ വാ ക്ലീൻ ആയി കേട്ടോ. ഇതാണ് ബ്രഷിങ്. ഇത്ര നാള് നമ്മൾ ശീലിച്ച ആ ബ്രഷിങ് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ ബ്രഷിങ് മാറ്റി പിടിക്കുക. അപ്പൊ തന്നെ നമ്മളുടെ ഈ പല്ലിന്റെ വിടവിലുള്ള ഇതെല്ലാം പോകും. പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാക്കുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പല്ലേ തൊട്ട് കഴിഞ്ഞാൽ അല്ല ക്ലിയർ ആയിട്ടുള്ള ചില്ലയിൽ നമ്മൾ തൊടുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ആ ഫീലിംഗ് ഉണ്ടാവും. അതല്ല നമ്മൾ പൂവമ്പഴത്തിൻ്റെയൊക്കെ പച്ച പൂവമ്പഴമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കറയിരിക്കുന്ന പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ബ്രഷ്. എന്നിട്ട് നമുക്ക് ആ ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. എന്നാലും നിങ്ങളൊരു 6 മാസത്തിൽ ഡെന്റിസ്റ്റിനെ കാണും. അപ്പോൾ ഡോക്ടറുടെ ഈ ടോക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളും ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ
ബൈ. അങ്കമാലിക്കാരൻ ജീനോയ്.